ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എയർ മീഡിയ. അങ്ങനെ റായൻ മൂവി നമ്മൾ കാണാനായിട്ട് ഒരുപാട് റീസൺ ഉണ്ട്. ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ധനുഷ് സാറിന്റെ 50ാമത്തെ പടമാണ്. പിന്നെ ഇതിന്റെ ഡയറക്ഷൻ വരുന്നത് ധനുഷ് തന്നെയാണ്. പിന്നെ ഇതിന്റെ പ്രൊഡക്ഷൻ സൺ പിക്ചേഴ്സും, പിന്നെ മ്യൂസിക് വരുന്നത് AR റഹ്മാനുമാണ്. അത് മാത്രമല്ല, ഇതിന്റെ ട്രെയിലർ ആണെങ്കിലും പാട്ടാണെങ്കിലും അതിഗംഭീര പാട്ടും ട്രെയിലറൊക്കെയാണ് വന്ന് നിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ഹൈപ്പിലാണ് ഈ ഒരു പടം നിന്നിരുന്നത്. ഭയങ്കര പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഈ ഒരു പടം നിന്നിരുന്നത്. പക്ഷെ എനിക്ക് കണ്ടിട്ട് തോന്നിയത് ആ ഒരു പ്രതീക്ഷ അത്രയും നല്ലൊരു രീതിയിൽ എനിക്ക് തോന്നിയില്ല. അത് സ്റ്റോറി വൈസ് ആണ്, കംപ്ലീറ്റ് കാര്യങ്ങളിലല്ല. സ്റ്റോറി വൈസ് പ്രതീക്ഷ അത്രയും ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയില്ല. അപ്പോൾ ഇതിന്റെ പോസിറ്റീവ് മുതൽ പറയുവാണെങ്കിൽ പറയാനുള്ളത് ധനുഷ് സാറിനെ പറ്റിയാണ്. അതിൽ രണ്ട് കാര്യങ്ങളുണ്ട്, ഒന്ന് ഡയറക്ഷനും പിന്നെ ഒന്ന് ആക്ടിങ്ങും. അതിൽ ഡയറക്ഷൻ വൈസ് പറയുവാണെങ്കിൽ സൂപ്പർ ഡയറക്ഷനാണ്. ഒരു ലാഗോ ബോറോഡിയോ ഒന്നും തോന്നിക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ആ ഒരു സ്റ്റോറി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ ആക്ടിങ് വൈസ് പറയുവാണെങ്കിൽ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ധനുഷ് സാറിനെ പറ്റി പറയാൻ ആളല്ല, ഇതും ഇതിനപ്പുറത്തെ റോളും ചെയ്യുന്ന ആളാണ്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല, കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അടിപൊളിയായിട്ട് തന്നെ ആ ഒരു റോള് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് പേഴ്സണലി ഇഷ്ടം തോന്നിയ ഒരു കഥാപാത്രം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ധനുഷിന്റെ പെങ്ങളായിട്ടൊരു കഥാപാത്രം വരുന്നുണ്ട്, തുഷാര വിജയൻ. പുള്ളിക്കാരി സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വയലൻസ് ആണെങ്കിലും സെന്റിമെന്റ്സ് ആണെങ്കിലും ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് തോന്നും. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കഥാപാത്രമാണ് തുഷാര വിജയൻ്റെ. പിന്നെ നമ്മുടെ വില്ലൻ കഥാപാത്രം SJ സൂര്യ. അപ്പോൾ പുള്ളിക്കാരൻ മറ്റു സിനിമകളിൽ ചെയ്ത ഒരു വില്ലൻ കഥാപാത്രം അങ്ങനത്തെ ഒരു രീതിയിലുള്ള ആക്ടിങ് അല്ല ഇതിൽ വന്നിരിക്കുന്നത്. സാധാരണ ഒരു നോർമൽ മനുഷ്യൻ ബിഹേവ് ചെയ്യുന്ന ഒരു രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വില്ലൻ കഥാപാത്രമാണ് ഇതിൽ വന്നിരിക്കുന്നത്. ഭയങ്കര വലിയ ചിരിയോ അട്ടഹാസോ അല്ലെങ്കിൽ ഭയങ്കര പഞ്ച് ഡയലോഗോ അങ്ങനെയൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നോർമൽ ആയിട്ടുള്ളൊരു ബിഹേവിയറാണ് നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നത്. അത് വില്ലൻ കഥാപാത്രം മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും എന്താ സിനിമയ്ക്ക് എന്താണോ വേണ്ടത് ആ ഒരു രീതിയിലാണ് റിയാക്ട് ചെയ്തേക്കുന്നത്. അല്ലാതെ ഓവറായിട്ടൊന്നും അഭിനയിച്ച് കൊള്ളാക്കിയിട്ടൊന്നുമില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു ഡയറക്റ്റിന്റെ, അതായത് ഒരു ധനുഷിന്റെ ആ ഒരു ഡയറക്ഷൻ അതിന്റെ ഒരു ബ്രില്യൻസ് തന്നെയാണ്. ആ ഒരു രീതിയിലാണ് ഞാൻ ഇതിനെ കണക്കാക്കുന്നത്. പിന്നെ പ്രകാശ് രാജ്, അത് അദ്ദേഹത്തിന്റെ കഥാപാത്രം എന്ന് പറഞ്ഞ ഒരു പോലീസ് കഥാപാത്രമാണ്. ഇപ്പോൾ മറ്റു സിനിമകളിലൊക്കെ കണ്ടേക്കുന്ന പോലെയൊക്കെ തന്നെയായിട്ടുള്ള എനിക്ക് തോന്നി. അതേപോലത്തെ ഒരു കഥാപാത്രം പോലെ തോന്നി. രണ്ട് ടീംസിനെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിക്കുക അല്ലെങ്കിൽ അതിലൂടെ കാര്യം കാണുന്ന ആ ഒരു കഥാപാത്രം പോലെ തോന്നി. അതെനിക്ക് കുറച്ച് ബോറായിട്ട് തോന്നി ആ ഒരു കഥാപാത്രം. ബാക്കിയുള്ള കഥാപാത്രങ്ങളാണെങ്കിലും കാളിദാസ്, സന്ദീപ്, അപർണ, പിന്നെ സെൽവരാഘവൻ സാർ, നമ്മുടെ ധനുഷിന്റെ ചേട്ടൻ, അവരെല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി വൈസ് പറയാനാണെങ്കിൽ അതിലെ DOP ഓം പ്രകാശാണ് ചെയ്തിരിക്കുന്നത്. DOP സൂപ്പർ ആയിട്ടുണ്ട്. അതിൽ ഓരോ ഫ്രെയിമിലും വന്നിരിക്കുന്ന കളറിങ് എല്ലാം അടിപൊളിയായിട്ടുണ്ട്, നമുക്ക് കണ്ടിരിക്കാം. അത് മാത്രമല്ല വൈഡ് ആയിട്ടുള്ള കുറേ ഫ്രെയിംസും വരുന്നുണ്ട്. അതിൽ ധനുഷിന്റെ ആ ഒരു ഫേസ് വെള്ളത്തിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതിൽ ആ ഒരു റിഫ്ലക്ഷന്റെ കൂടെ തന്നെ ആ ഒരു നിഴലും കൂടി കാണിക്കുന്ന ഒരു ഷോട്ട് ഉണ്ട്. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഷോട്ടാണ്. പിന്നെ ഫൈറ്റിനെ പറ്റി പറയാനാണെങ്കിൽ നമ്മുടെ പീറ്റർ ഹെൻ മാസ്റ്റർ ആണ് ചെയ്തിരിക്കുന്നത്. അതിൽ നമ്മുടെ ഫസ്റ്റ് ഹാഫിന് മുൻപ് ഒരു ഫൈറ്റ് ഉണ്ട്, അതിന് ശേഷം ഒരു ഫൈറ്റ് ഉണ്ട്. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഹാഫിന് മുമ്പുള്ള ഒരു ഫൈറ്റാണ്. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നാലും ആ ഒരു വന്ന ടൈമിങ് ഒക്കെ അടിപൊളിയാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ ഒരു ഫസ്റ്റ് ഹാഫിലെ ആ ഒരു ഫൈറ്റ് എന്ന് പറയുമ്പോൾ വലിയ ഫൈറ്റ് അങ്ങനത്തെ രീതിയിലല്ല, വളരെ സിമ്പിളായിട്ട് നോർമൽ ഒരു ഫൈറ്റാണ്. ഓവറായിട്ടൊന്നും തന്നെ വരുന്നില്ല. പക്ഷെ എങ്കിലും വയലൻസും കംപ്ലീറ്റും ബ്ലഡും കാര്യങ്ങളൊക്കെ തന്നെയാണ് മൂവിയിൽ കാണിക്കുന്നത്. പിന്നെ പറയാനുള്ളത് നമ്മുടെ മ്യൂസിക് ഇപ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ, AR റഹ്മാനാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതിലെ BGM ആണെങ്കിലും സോങ് ആണെങ്കിലും ലാസ്റ്റ് വരെ നടകാദാസുര ആ ഒരു പാട്ടാണെങ്കിലും ഒക്കെ വേറെ ലെവലാണ്. നമുക്ക് ശരിക്കും ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, AR റഹ്മാൻ മ്യൂസിക് സാറ്റിസ്ഫാക്ഷൻ ഉറപ്പായിട്ടും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട്. എനിക്കിതിൽ നെഗറ്റീവായിട്ട് തോന്നിയ ചില കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യം തന്നെ വരുന്നത് ഇതിലെ സ്റ്റോറിയാണ്. ഇപ്പോൾ ലിയോ ഫിലിമിൽ അതിലൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിജയ് സാറിൻ്റെ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോൾ അതിൽ എല്ലാവരും പറയണ കേട്ടിട്ട് ബിസിനസ്സിന് വേണ്ടി തന്നെ മക്കളെ കൊല്ലുന്ന ഒരു അച്ഛൻ, അങ്ങനത്തെ ഒരു രീതിയിൽ അത് വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ഫിലിമിൽ ഒരു സ്റ്റോറിയിൽ ഒരു ട്വിസ്റ്റ് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് മനസ്സിലാവാത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ട്വിസ്റ്റിന്റെ റീസൺ എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ ആവശ്യമുണ്ടോ, ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ വേണമല്ലോ. അങ്ങനെ ഒരു റീസൺ ഇതിൽ എനിക്ക് കാണാൻ പറ്റിയില്ല. ഒരു ക്വസ്റ്റ്യൻ മാർക്കായിട്ടാണ് അത് വന്നു നിൽക്കുന്നത്. അപ്പോൾ ആ ഒരു സ്റ്റോറിയിൽ എനിക്കൊരു നെഗറ്റീവ് ഫീൽ ചെയ്തു. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ SJ സൂര്യയുടെ കഥാപാത്രം. പുള്ളിക്കാരൻ വില്ലനാണ്. അപ്പോൾ വില്ലനും നായകനും തമ്മിൽ ഫൈറ്റ് ഉണ്ടാകുമ്പോൾ നല്ലൊരു സ്ട്രോങ് റീസൺ വേണം രണ്ടുപേർക്കിടയിൽ.
പക്ഷേ ഇവിടെ അങ്ങനെ ഒരു റീസൺ ഒന്നും തന്നെ ഇല്ലാതെ എസ് സൂര്യ നമ്മുടെ നായകന്റെ പുറകെ നടന്ന് തോണ്ടി തല്ല് വാങ്ങിക്കുന്ന അല്ലെങ്കിൽ പണി വാങ്ങിക്കുന്ന ഒരു സിറ്റുവേഷനിലേക്ക് പോണ പോലെ തോന്നി. അതും എനിക്കൊരു നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടങ്ങാത്ത അസുര പാട്ട്. ആ പാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പാട്ട് പാടിയിരിക്കുന്നത് ധനുഷ് സാറാണ്. പക്ഷെ ഈ ഒരു പാട്ട് പാടുന്ന ഒരു സീൻ, അതിന്റെ വിഷ്വൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാളിദാസൻ പാടുന്നതായിട്ടും അല്ലെങ്കിൽ സന്ദീപ് പാടുന്നതായിട്ടും എസ് സൂര്യ പാടുന്നതായിട്ടൊക്കെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പാട്ട് പാടിയ ആൾ, അതായത് നമ്മുടെ ധനുഷ് സാറിനെ ആ ഒരു ഇതിൽ കാണിക്കുന്നുണ്ടെങ്കിലും പാടുന്ന രീതിയിൽ ആക്ട് ചെയ്യുന്നത് ബാക്കിയുള്ളവരാണ്. അപ്പോൾ നമുക്കറിയാം ഈ കാളിദാസിന്റെ വോയിസ് ആണെങ്കിലും ബാക്കി എസ് സൂര്യന്റെ വോയിസ് ഒക്കെ നമുക്കറിയാവുന്ന വോയിസുകളാണ്, ഏറ്റവും പരിചിതമായിട്ടുള്ള വോയിസുകളാണ് ഇവരുടെ എല്ലാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനുഷ് സാറിന്റെ വോയിസ് തന്നെയാണ്. ആ ഒരു വോയിസിൽ നമുക്ക് ഈ ഒരു ഇവരെ പാടുന്ന പോലെ നമുക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നി. നമുക്ക് ഒരു തൃപ്തി ഇല്ലാത്ത രീതിയിൽ ആ ഒരു സോങ്ങിൽ അങ്ങനെ തോന്നി. എനിക്ക് ഡാൻസിൽ തോന്നിയൊരു നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു പാട്ടിൽ ഇതിന്റെ കൊറിയോഗ്രാഫർ ചെയ്തിരിക്കുന്നത് പ്രഭുദേവ സാറും പിന്നെ ബാബ മാസ്റ്ററുമാണ്. അതിലെനിക്ക് ആ ഒരു പ്രഭുദേവ സാറിന്റെ ആ ഒരു ലെവൽ എനിക്ക് ഡാൻസ് തോന്നിയില്ല. ബാബ മാസ്റ്റർ ചെയ്ത പോലെയാണ് എനിക്ക് തോന്നിയത്. അങ്ങനെ പറയാൻ കാരണം നമുക്ക് പ്രഭു സാറിന്റെ ആ ഒരു ലെവൽ നമുക്കറിയാലോ, ഡാൻസിന്റെ ലെവൽ നമുക്കറിയാം. അപ്പോൾ ആ ഒരു ലെവലിൽ ഡാൻസ് എനിക്ക് തോന്നിയില്ല കണ്ടിട്ട്. പിന്നെ മെയിനായിട്ട് എനിക്ക് നെഗറ്റീവായിട്ട് പറയാൻ തോന്നിയ കാര്യം തന്നെ ആ ഒരു പാട്ടിൽ നമ്മുടെ ധനുഷ് സാറിന്റെ വോയിസിൽ ബാക്കിയുള്ളവർ പാടുന്ന ആ ഒരു ലിപ് മൊമെന്റ്, അത് ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ട് തോന്നി. നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ തരാത്ത രീതിയിൽ അതിൻ്റെ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ അങ്ങനെ തോന്നി. അപ്പോൾ ഈ ഒരു പടം നിങ്ങൾ കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. പിന്നെ ഇതിന് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നമ്മളൊരു റിവ്യൂ പറയുമ്പോൾ പോസിറ്റീവ് മാത്രം പറയാൻ പറ്റില്ലല്ലോ, അതിൻ്റെ നെഗറ്റീവ് ഇതും കൂടി പറയണം. അതുകൊണ്ടാണ് ഈ വക കാര്യങ്ങളും കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. നിങ്ങൾ പടം കാണുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും ഇതിൽ എത്ര പോയിന്റ്സ് വാലിഡ് ആണ് ഇൻവാലിഡ് ആണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. നെക്സ്റ്റ് വീഡിയോ റിവ്യൂ ആയിട്ട് അല്ലെങ്കിൽ റിയാക്ഷൻ ആയിട്ട് മീറ്റ് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ് AR Media.